എന്താണ് നിങ്ങളുടെ മനസ്സ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം നമുക്ക് അറിഞ്ഞൂടാ. എല്ലാ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷമായിരിക്കുന്ന വസ്തുതയാണ് വാട്ട് ഈസ് മൈൻഡ് എന്നുള്ളത്. ഞാൻ ഓർക്കും, ഒരു കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഡിഗ്രി സ്റ്റുഡൻസ് ആയിരുന്നു. ഞാൻ അവരോട് ചോദിച്ച സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് നിന്ന് ആൻസർ പറഞ്ഞു, മൈൻഡ് ഈസ് മാറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് തിരിച്ച് ചോദിച്ചു, വാട്ട് ഈസ് മാറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടീൻ്റെ ഉത്തരം പറഞ്ഞു, ഡോണ്ട് മൈൻഡ് എന്ന്. അതാണ് തമാശ കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്നതും നമുക്ക് ദിവസവും നമ്മുടെ ജീവിതത്തെ, ഇന്ന് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതം, നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ഈ തലത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചേരുമെങ്കിൽ, എന്തെങ്കിലും ആകുമെങ്കിൽ, എങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒക്കെ ഉത്തരവാദി നമ്മുടെ മനസ്സാണ്. എന്നാൽ വീണ്ടും ഞാൻ നിങ്ങളുടെ അതേ ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് മനസ്സ്? ആർക്കും അറിയാതിരിക്കുന്ന ഫാക്ടർ അത് തന്നെയാണ്, എന്താണ് മനസ്സ് എന്ന് പറയുന്നത്. ഇന്ന് അതിനുള്ള ഒരു ചെറിയ ഉത്തരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. നമ്മുടെ ചിന്താശക്തിയുടെ, മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ, ആന്തരിക വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലെ ചിന്താശക്തിയുടെ പേരിനെയാണ് മനസ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സിൽ ഏത് വിധത്തിലുള്ളതായിട്ടുള്ള ചിന്തയുണ്ടാകുന്നോ അതിൻ്റെ ആധാരത്തിൽ നമുക്ക് സന്തോഷവും സന്താപവും ഉണ്ടാകുന്നു. മനസ്സിൽ ഹെൽത്തി ആയിരിക്കുന്ന തോട്ട്സ് ആണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ശരീരത്തിനുണ്ടാകും. മനസ്സിൽ നെഗറ്റീവായിരിക്കുന്ന തോട്ട്സ് ആണെങ്കിൽ ശരീരത്തിൽ രോഗങ്ങൾ വന്നു ചേരും. സിമ്പിളായിട്ട് പറഞ്ഞു നോക്കിയാൽ, ഒരു കാര്യം ആരെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത, സങ്കടമുള്ള, വിഷമിപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് വയ്യ എന്ന് പറയും നമ്മൾ. എന്ത് വയ്യായി? ശരീരത്തിന് അതുവരെ ഫുൾ ഹെൽത്തി ആയിരുന്നു. അടുത്ത നിമിഷം ഞാൻ തളർന്നിട്ട് വയ്യ, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് തല കറങ്ങണ പോലെയുണ്ട്, ഞാൻ ഇരിക്കട്ടെ എന്നൊക്കെ പറയാറില്ലേ? എവിടുന്നാണ് വന്നത് ആ സുഖമൊക്കെ? നമ്മുടെ മനസ്സിൽ എന്ത് ചിന്ത വരുന്നുണ്ടോ ആ ചിന്തകൾക്കനുസരിച്ച് ശരീരത്തിൻ്റെ ആരോഗ്യം മാറുന്നു. മനസ്സിലെ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഏതൊരു കർമ്മത്തിലാണെങ്കിലും വിജയവും പരാജയത്തിൻ്റെ ആധാരം മറ്റാരുമല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ധനം വന്നുവെങ്കിൽ, ധനം വന്നില്ല എങ്കിൽ, രണ്ടിൻ്റെയും ഉത്തരവാദി മറ്റാരുമല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിലായിരിക്കുന്ന 4 ലെവൽ ഓഫ് തിങ്കിങ്ങിലാണ് നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിലെ ഹാപ്പിനെസ്സും അൺഹാപ്പിനെസ്സും വിജയവും പരാജയവും ഒക്കെ നിൽക്കുന്നത്.